ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മിനി ഊട്ടി പോകാനുള്ളൊരു ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും പോയി റെഡി ആവാൻ പോവുകയാണ്. ഞാൻ ഇന്ന് കൺമഷിയും ലിപ്സ്റ്റിക്കും മാത്രം ഇട്ടിട്ടാണ് ഒരുങ്ങാൻ പോകുന്നത്. കാരണം എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഭയങ്കര മോശമാണ്. എനിക്ക് മാക്സിമം ഫ്രീ ആയിട്ട് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ വരെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഷെസികുട്ടിയുടെ റെഡി ആയിട്ട് സെറ്റായിട്ട് ഇരിക്കുകയാണ്. ആൾ എന്നെ നോക്കുന്ന നോട്ടം കണ്ടാൽ മനസ്സിലാവും ഇവളെന്തായി ഫോണിൽ കാണിക്കുന്നുള്ള നോട്ടാണ് നോക്കുന്നത്. കിടക്കാനും സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിക്കായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കുന്നില്ല. കാരണം എനിക്ക് വോമിറ്റിങ്ങിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ ഛർദ്ദിക്കും. ആൻഡ് എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും ഞാൻ എത്രമാത്രം ടയേർഡാണെന്ന്. എല്ലാവരും പറയുന്നുണ്ട് ഒറ്റ ദിവസം കൊണ്ട് നീ ഇത്രയ്ക്ക് വയ്യാതെ ആയോ എന്ന്. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി കാർ എടുക്കാൻ പോവാണ്. അളിയനാണ് ഡ്രൈവ് ചെയ്യുന്നത്. വണ്ടി കയറി ഞാൻ അപ്പം തന്നെ സൈഡാവും കേട്ടോ. ഞാൻ എപ്പോഴും കൂടുതലും കിടക്കാൻ നോക്കും. ഇല്ലെങ്കിൽ എനിക്ക് ഛർദ്ദിക്കാൻ വരും. വല്ലാത്തൊരു പ്രശ്നമാണ്. 2 hours നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പോകുന്ന വഴിക്ക് നല്ല തിരക്കും ബഹളം, ട്രാഫിക് ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. റോഡും അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 hours എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന കറക്റ്റ് ആ മിനി ഊട്ടിയിലോട്ട് പോകുന്ന റൂട്ടിൽ മാത്രം ഭയങ്കര മോശം റോഡാണ് കേട്ടോ. പൊടിയും അത് റോഡാന്ന് പറയാൻ പോലും പറ്റില്ല, അത്രയും മോശം റോഡായിരുന്നു. പിന്നെ നമ്മുടെ ഷെസികുട്ടിയാണെങ്കിൽ നല്ല ആക്റ്റീവായിട്ട് നല്ല കളിയിലാണ് കേട്ടോ. എൻ്റെ ക്യാമറയിലോട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഒരാളാണെങ്കിൽ മിനി ഊട്ടിയിൽ ഭയങ്കര തണുപ്പായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് സ്വെറ്ററും കാര്യങ്ങളും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അളിയനാണെങ്കിൽ ഭയങ്കര കളിയാക്കലായിരുന്നു കേട്ടോ. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി. നല്ല വെയിലായിരുന്നു. തണുപ്പും കാര്യങ്ങളൊന്നുമില്ല, നല്ല വെയിലാണ്. ശരിയപ്പോഴത്തേക്ക് നല്ല ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിതൊന്നും അറിയുന്നു. അപ്പോൾ നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഹിൽസ് ലാൻഡ് എന്ന് പറയുന്ന പാർക്കിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ 4-4 പാർക്സ് ഉണ്ട് കേട്ടോ. പിന്നെ എല്ലായിടത്തും എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻട്രി എടുത്തിട്ട് ഓരോ റൈഡിൽ കയറുമ്പോഴും വേറെ വേറെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. താഴെ വീണ പൊടി പോലും കിട്ടത്തില്ല, അത്രയ്ക്ക് ആഴത്തിലാണ് കേട്ടോ ഉള്ളത്. പിന്നെ നമ്മൾ എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർക്കുള്ളത് വേറെ ഉണ്ട്, സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്നത് സ്വിങ്ങിലാണ്. ഫസ്റ്റിനെ സ്വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ബാക്കി നിങ്ങൾ കണ്ടു നോക്കും. ഒരു കുഴപ്പമുണ്ടാവില്ല. ഛർദിക്കൊന്നുമില്ല, ഛർദിച്ച് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമുണ്ടാവില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. ഉണ്ടെങ്കിൽ ഇറങ്ങിക്കോട്ടാ, ടൈം ഉണ്ട്. ഞാനൊക്കെ അവിടെ ചാടിണ്ടപ്പോ ഇതിക്കൂടൊക്കെ എത്തി. കളിക്കില്ല, എത്ര തന്നാലും എനിക്ക് വേണ്ട ഈ പടി. ഞാനതന്നെ, അത് മതിയല്ലോ ഒരു ആയുഷ്കാലം ഓർക്കാന്. ഭയമേ ഇല്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം അമ്മാനെ. പേടിക്കാന്നില്ല, ഇപ്പൊ നമ്മ കയറി വന്നല്ലേ. അതെ, നമ്മ ഞാനാടല്ലേ. പിന്നെ നോക്ക് ഇറങ്ങണപ്പോ ഇറങ്ങട്ടോ, വേണ്ടല്ലോ. ബാക്കി വെയിലത്ത് നിന്ന് ക്ഷീണം മാറാനായിട്ട് ഐസ്ക്രീം കഴിച്ചു. പിന്നെ എന്താ പറയുക, കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനും ഉമ്മയും കുറച്ച് നേരം കാലൊക്കെ വെച്ചിരുന്നു. ഐസിൻ്റെ അടുത്തുകൊണ്ട് അവൻ കേട്ടില്ല, അവന് പേടിയാണ് കേട്ടോ. വൺസ് അവൻ്റെ പേടി പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം അതേ തന്നെയാവും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് അവന്.
പിന്നെ എവിടെ നോക്കിയാലും മാങ്ങയും ഉപ്പിലിട്ട നെല്ലിക്കൊക്കെയാണ് കേട്ടോ എൻ്റെ കൺട്രോൾ കളയാനായിട്ട്. ഡോക്ടറിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് മാങ്ങ ഉപ്പിലിട്ട സാധനങ്ങളൊന്നും തൊട്ട് വരുന്നത്. പക്ഷെ ഇത് കാണുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകുമ്പോൾ എനിക്കത് കഴിക്കാതിരിക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ. ഇതാണെങ്കിൽ സൂപ്പർ ടേസ്റ്റും ആയിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ എന്താ പറയുക, എത്ര വയ്യെങ്കിലും പാട്ട് വെച്ച് കഴിഞ്ഞാൽ തിന്നാൻ തോന്നും. അതെനിക്ക് പൊതുവെ എല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ നമ്മൾ ബ്രിഡ്ജിൽ കയറിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. താഴോട്ട് നോക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. ഐസിനൊക്കെ ആണെങ്കിൽ കരഞ്ഞ് നിലവിളിക്കായിരുന്നു. എന്നാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഞാൻ മെയിനായിട്ട് ഈ ഒരു സാധനത്തിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കരമായിട്ട് തല കറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു സ്റ്റാമിന കഴിഞ്ഞപ്പോൾ ഞാൻ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് കഴിക്കണമായിരുന്നു. അതിനൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ അത് കഴിക്കാനായിട്ട് പുറത്തു പോവാണ്. എന്താ പറയുക, ഇവിടെ അത്ര വലിയ വലിയ ഹോട്ടൽസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ഹോട്ടൽസാണ് ഉള്ളത്. പിന്നെ നമ്മളടുത്ത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം ചോദിച്ചപ്പോൾ പറഞ്ഞു ഒത്തിരി പോകണം, ഒരു 6 കിലോമീറ്ററോളം താഴോട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ബെറ്റർ അവിടെ നിന്ന് തന്നെ കഴിക്കുന്നതായിട്ട് ഞങ്ങൾ അവിടെ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പെറ്റ്സ് പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. ഒടുക്കത്തെ വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വരാം. കണ്ണെടുക്കോ ഫോട്ടോ ahí va. ഇത് 24 മണിക്കൂർ ആയിക്കൊണ്ടിരിക്കണം. എന്താ പറക്കൂട്ടന്നെ Vamos a que അണ്ണാ yo പാമ്പ് പറക്കണം. പാമ്പിനെ മാത്രം എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. പാമ്പിനുണ്ട് ഞാൻ പാമ്പിനെ വാങ്ങാൻ പോയി. പിന്നീട് ഓർമ്മ കൈ വെച്ചോ.
മുന്നോട്ടത്ര ഇല്ല ആയിരുന്നോട്ടെ സീനില്ല അതൊന്നും ചെയ്യില്ല. ഞാൻ പിന്നെയും ഡൗൺ ആയിട്ട് എനിക്ക് അടുത്ത് ജ്യൂസ് കുടിക്കാനുള്ള ടൈം. എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ജ്യൂസ് മാത്രമേ കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ എനർജി ലെവൽ ഭയങ്കര ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കുടിക്കണം. ഞാനാണെങ്കിൽ ഓരോ 10 മിനിറ്റ് ആകുമ്പോൾ ജ്യൂസ് കുടിക്കായിരുന്നു കേട്ടോ. എനിക്ക് നല്ല തലവേദനയും പനിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ആ ഒരു ബുദ്ധിമുട്ടിൽ തന്നെയാണ്. അതുകൊണ്ടാണ് വോയിസ് ഒക്കെ അത്ര ക്ലിയർ ആവാത്തത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ. നെക്സ്റ്റ് ഇനി നമുക്ക് പോകാനുള്ളത് നെക്സ്റ്റ് ഒരു ഗാർഡൻ ആണ് കേട്ടോ. ഗുണ കേവ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ ഞങ്ങളതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിൽ നിന്ന് ഇറങ്ങി വന്ന ഇത്താമാർ പറഞ്ഞു ഒട്ടും കുളത്തില്ല, വെറുതെ കാശ് കളയണ്ട, ജസ്റ്റ് ഒരു ഗുഹ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളിത് സ്കിപ്പ് ചെയ്തു. ഇത് എവിടെ നോക്കിയാലും ഈ സാധനം എന്നെ ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ മിസ്റ്റി ലാൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ അടിപൊളിയായിരുന്നു. അവിടെയും ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒത്തിരി റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ അങ്ങോട്ട് പോയി. ഇവിടെ എല്ലാവർക്കും എൻട്രി ടിക്കറ്റ്സ് ഉണ്ട് കേട്ടോ. അതെടുത്ത് കയറി. അടിപൊളി വ്യൂ ആയിരുന്നു. വെയിലാണെങ്കിലും കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ഫോട്ടോസൊക്കെ എടുത്തു. ഇതിൻ്റെ കുറേ ബോഡി ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. കാരണം നല്ല വെയിലായതുകൊണ്ട് ഇങ്ങനെ ദാഹിക്കായിരുന്നു. പിന്നെ എനിക്ക് വയ്യാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കുടിക്കാൻ തോന്നുമായിരുന്നു. നമ്മളവിടെ പോയിട്ട് ഒരു അവൽ മിൽക്ക് കുടിച്ചിട്ട് ഒരു ഐസ്ക്രീമും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് റൈഡിൽ പോകാമെന്ന് വിചാരിച്ചു. ഇത് നൈസിങ് കാരണം ഇരുന്നതാണ് കേട്ടോ. കാരണം ഒറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷെ എൻ്റെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു. പിന്നെയാണെങ്കിൽ എനിക്ക് അവൻ സ്റ്റിയറിംഗ് തരുന്നുണ്ടായിരുന്നില്ല. ആക്സിലറേറ്റർ അവൻ തന്നെ ചവിട്ടി വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് നല്ലൊരു ആക്സിഡന്റ് ഇപ്പൊ തന്നെ അവിടെ ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ തലവേദനയായിട്ട് ഇരിക്കായിരുന്നു. അതും കൂടി ആയപ്പോൾ ഉഷാറായി. തല ഫുള്ളായിട്ട് ഇളകി. എനിക്ക് ഇതിന്റെ ഒന്നും ABCD പോലും അറിയില്ല. ഞാനാണെങ്കിൽ തോറ്റ് പിന്മാറിയിട്ട് എൻ്റെ അനിയൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവനാണ് സൂപ്പർ പ്രോ ആണ് ആള്. പിന്നെ 3D ഉണ്ടായിരുന്നു ഹൊറർ മൂവിയുടെ. നമ്മൾ അത് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് കിഡ്സിന്റെ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് അവിടെ പിള്ളേർക്ക് വേണ്ടിയുള്ള ഒത്തിരി റൈഡും കാര്യങ്ങളും വാട്ടർ തീമുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോഴാണ് അവന് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഉമ്മയും കൂടെ ഒരു ജ്യൂസ് കുടിക്കാൻ പോയി. ഞാൻ പിന്നെയും ഡൗൺ ആയി തുടങ്ങി. അപ്പം ഞങ്ങൾ അവരെ അവിടെ നിർത്തിയിട്ട് ഒരു ജ്യൂസ് കുടിക്കാനും പറഞ്ഞ് ഇറങ്ങിയതാണ്. ഞാനും ഉമ്മയും പോയി ഒരു ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ചു. അത് കണ്ട് പിന്നെയും പാർക്കിലോട്ട് പോയി. അപ്പോൾ ഇതിനാണെങ്കിൽ ഇവിടെ ഭയങ്കര കളിയായിരുന്നു. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഈവനിങ് 6 ഒരു DJ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അതിനും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് നിൽക്കാൻ പോലും വയ്യായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും. അപ്പം പിന്നെ ഞങ്ങൾ ആ DJ പ്രോഗ്രാം അങ്ങ് ക്യാൻസൽ ചെയ്തു. വന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്ത് ഇതിനൊന്ന് ഹാപ്പി ആക്കിയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഓക്കെ ആയതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇത്രയേ ഉള്ളൂ.